എടാ എല്ലാരും ബൈഫൂട്ട് നിക്കണ്ട, ബാക്കിയൊരു വണ്ടി കയറാം. എടാ ഡ്രസ് ഷോപ്പ് പിങ്ങുണ്ടോ? എടാ എല്ലാരും വണ്ടി കയറും. എടാ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തടാ. ഒരാള് പറഞ്ഞടാ. അപ്പൊ ഞാനും അറിയില്ല തിരിച്ചിടിച്ചു. എടാ ഒരു എടാ ഒന്നും മിണ്ടായിരിക്കടാ, എക്സ്പ്ലെയിൻ ചെയ്യടാ. അപ്പൊ ഇവ എന്തോ പറഞ്ഞപ്പോഴേക്കും ക്രിസ്റ്റി ഇവ എന്തോ പറഞ്ഞു, അത് നമ്മള് കേട്ടില്ല. അപ്പൊ ക്രിസ്റ്റി എന്താ നീ പറഞ്ഞത്? അപ്പൊ അവരുടെ കണ്ടവരുടെ വളി പിടിക്കാൻ എന്തിനാന്ന് പറഞ്ഞു. അങ്ങനെയല്ല മൊയിലോ, നീ എന്ത് വല്ല കളിയും കേട്ടാ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു പട്ടി വരയ്ക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പൊ ഇവൻ ഡയറക്റ്റ് ചോദിച്ചു അപ്പോഴത്തേനും ഞാൻ കണ്ണെടുത്ത് അവന്റെ കൂടെ ഉള്ള ഒരുത്തനാണെങ്കിൽ ഡയറക്റ്റ് ഓടിപ്പോയിട്ട് ഗണ്ണെടുത്ത് ഓടുമായിരുന്നു. അപ്പൊ ഫയർ ആയി, ഞാൻ ഫയർ ചെയ്തു. ഞാൻ ഫസ്റ്റ് ഫയർ ചെയ്ത് രണ്ട് അടിച്ചിട്ട് അവരെ ഫസ്റ്റ് ഫയർ ചെയ്തല്ലേ? ഇത് ആരൊക്കെയാണ്? ഒരു മഞ്ഞമുടി ഇതാരാണ്? മഞ്ഞമുടിയുടെ ഈ യശാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എടാ ഒരാളും പിന്നെ ഫയർ ചെയ്യാൻ ഇത് നിക്കല്ലേ കേട്ടോ. ഇവര് പൊങ്ങിട്ട് ഫയർ ചെയ്യാൻ ഇതൊന്നും നിക്കല്ലേ. ഇവിടെ കുറെ വണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ആരാ നോക്കട്ടോ. ലൊക്കേഷൻ എവിടെയെന്ന് പറയാവോ? 7032 പീല പറയുന്നുണ്ടല്ലേ? PP സിറ്റുവേഷൻ ഹോൾഡ്. TPA വേഴ്സസ് DX റെഡി എന്ന് പറഞ്ഞ സെർവർ അനൗൺസ്മെന്റ് ഉണ്ടോ? PP സിറ്റുവേഷൻ ഹോൾഡ് അല്ലേ? നേരെ മുന്നിൽ അനൗൺസ്മെന്റ് നോക്ക്. സാഗറു അറിയില്ല. കയറ് പൊട്ടിച്ചെന്ന ഒരു പട്ടിയാ. അവർ FRP വിളിക്കാൻ പോയി. നോക്കാം ആര് വിളിക്കട്ടെ. ഹലോ, ഇവന്മാരെന്താ അഡ്മിയറിൽപ്പെട്ടാ? ഇവന്മാരെന്താ ഇത് അറിയില്ല, മനസ്സിലായില്ലേ? ഡ്രസ്സും പാന്റൊക്കെ ഊരിട്ട് ഇവിടെ മറ്റേ ഇത് അല്ലല്ല, നീ ഫസ്റ്റ് പറഞ്ഞു. ഉള്ളവരെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂടാ. ഏത് ഗ്യാങ്ങിന്റെ ലീഡറാ? അവനെന്താ ഈ സിറ്റുവേഷൻ ആള് ഞാനാണ് ഒരാളെ. നീയാണോ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്?
ലീഡർ എടുത്തിട്ട് എക്സ്ചേഞ്ച് ഒന്നും പറ്റില്ല. ലീഡറിനെ എടുത്തു കഴിഞ്ഞാല് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ തരുള്ളൂ. അവരെല്ലാം ബന്നെ വരെ തരും. അവരത്തെ പാവം പിടിച്ച ഏതായാലും വരെ തരും. കഴിഞ്ഞ വർഷം ഇതേപോലെ മറ്റേ ആ ഉസ്മാനെ പിടിച്ചിട്ടാണ് ഇതാക്കിയുള്ളത്. അവനെ കൊല്ലേ എന്തിനാടാ ബാക്കി പറഞ്ഞുതരാട്ടാ അവന്മാർക്ക്. ഈ വണ്ടിയുടെ ഹലോ ബ്രോ ഹലോ എടാ ഒരു ഹലോ ഹലോ ബ്രോ എടാ ഹലോ കരച്ചിലാണേ. ഫയർ ചെയ്തോട്ടെ ഒരാൾ ഫയർ ചെയ്യരുത്. എടാ അലക്കല്ലേ ലിയോ ആ ഹെലിയല്ലേ ഈ ഹെലിയിലല്ലേ നിയമം കിട്ടിയെന്ന് അറിഞ്ഞൂടെ? തിന്നാനും മാസടിക്കാനും മാത്രമേ വാർക്കുള്ളൂ. തിന്നാനും മാസടിക്കാനും മാത്രമേ വാർക്കുള്ളൂ. എടാ മൂക്കേറിട്ട പട്ടി കേക്കണ്ടോ നിനക്ക്? സാറ് നമ്മള് ഇനിയിപ്പോ എങ്ങാനും കത്തിപ്പോയി കഴിഞ്ഞാൽ വരും. ഈ പട്ടീനെ ആരും ട്രെയിൻ ചെയ്തിട്ടില്ലടാ. ഇത് കുറയ്ക്കാനേ മാത്രമേ അറിയത്തുള്ളൂ. രണ്ട് പെഡിഗ്രി പീഡിഗ്രി തിന്നാൻ പോയി. തിന്നാനും മാസടിക്കാൻ മാത്രമേ നീ വാർക്കുള്ളൂ. കൈ വെക്കടാ ചുറ്റി കത്തി ഡീഡോസ്. എനിക്കൊന്ന് മിക്കവാറും ഇത് പെയ്ഡാക്കി സാധനം ഇതാക്കിയെന്നുള്ളൂ. നീ പേടിക്കണ്ട, നിന്നെ കൊണ്ടുപോകത്തില്ല. നീ പേടിക്കണ്ട. നീ കൈ വെക്ക്. എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ. ചിപ്സൊക്കെ മാറിപ്പോയിക്ക ബ്രോ. സിറ്റുവേഷൻ അത് മാറിപ്പോ. എടാ പഴശ്ശി ഹലോ ബ്രോ എടാ എഴുതിപ്പിക്കാൻ ഞാൻ റേഡിയോയിൽ ഇല്ലല്ലേ. എടാ എഴുതിപ്പിക്കണ്ട ഷർട്ടും പാൻറ്റും ഊരിയിട്ട് നിർത്തി കത്തിച്ചു വിട്ടേക്ക്. ആ മറ്റവരെ വലിച്ചല്ലോ. ആ രണ്ട് ഹോസ്റ്റലിൽ കൈവെക്കാൻ പറ്റത്തില്ല. ഇല്ല നമ്മൾ ഒരു ഹോസ്റ്റലേ എടുക്കത്തുള്ളൂ. അറിയാം നമ്മള് കൊണ്ടുപോകത്തില്ല. ലീവ് ചെയ്തിട്ട് കാരണം ഒരാളെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാളുടെ അടുത്ത് ഇത് ഹോസ്റ്റൽ റൂൾസ് ഡിമാൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ല ഇത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നാണ്. നമ്മളിപ്പോ ഇവിടെ കത്തിച്ചങ്ങ് വിടും. ആ മറ്റേ പുള്ളിയെ കത്തിച്ചു വിടും ഇപ്പൊ. ഓക്കെ എടാ ഞാൻ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. മറ്റേ അവരെ ലീഡറിനെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സും പാൻറ്റും ഒക്കെ ഒരുമിച്ച് കൈവക്കി നിർത്തി കത്തിച്ചു വിട്ടേക്ക്. വേറെ എന്താ ചെയ്യണ്ട.
എടാ സറണ്ടർ വേണ്ട ഹോക്കി സറണ്ടർ വേണ്ട ഇനിയിപ്പോ ദൈവം വിളിച്ച് പറഞ്ഞായിരുന്നു നമുക്ക് ലിമിറ്റ് ഉണ്ട് ആ എടാ നിർത്തി കത്തിച്ചേക്ക് ഡ്രസ്സ് പാന്റ് ഷർട്ടും പാന്റും ഒരു നിർത്തി കത്തിച്ചേക്ക് വേറൊന്നും ചെയ്യിപ്പിക്കാൻ നിൽക്കരുത് അത് ഡിമാൻഡായിട്ട് പോകുന്ന ദൈവം വിളിച്ചിട്ട് പറഞ്ഞേ പിന്നെ ലീഡറെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല ഹോൾഡായി പോകും പറയുന്നേക്ക് ആ കത്തിച്ചോ വിട്ടേക്ക് വാസ്കോ ചോദിച്ചോ എന്നാ വാസ്കോ കത്തിച്ചോ എടാ വാസ്കോ കത്തിച്ചോ വാസ്കോയും മൈക്ക് നീയും കത്തിച്ചോ മൈക്ക് നീ വെടി വെച്ചോ വലിച്ചൂരി അതാ ജോണിയമ്മ ഇവനെ ഹോസ്റ്റ് എടുക്കാലോ അമ്പാനെ ഹോസ്റ്റ് എടുക്കാലോ ആ ഓക്കെ എടുത്തോ വലിച്ചൂരി വാസ്കോ നീ പറ എവിടെ പോകേണ്ടെന്ന് പറ ആ എന്താ മണി ടർഫ് നോക്കോ കത്തിച്ചാണ് നമ്മുടെ